ഹലോ എവ്രി വൺ. ഇന്നൊരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു പറാത്ത ചിക്കൻ റോൾ ചട്നിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു ഡ്രൈ ചിക്കൻ സ്നാക്കും കൂടിയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ട്രാവൽ ചെയ്യുന്ന ഓഫീസിൽ കൊണ്ടുപോകാൻ സ്നാക്ക് ടിഫിനിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാലും അത് അതേപോലെ ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒരു 500 ഗ്രാം, 1 കിലോ ഉണ്ടാവും. ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മാരിനേഷൻ എന്ന് പറയുന്നത് തൈരും ഗരം മസാലപ്പൊടി, ജീരകപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/2-3 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇതാക്കിയിട്ട് ഫ്രിഡ്ജിലും കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നന്ന സ്പൈസി ആക്കേണ്ട, നമ്മൾ ഈ പച്ചമുളക് കാര്യങ്ങളൊന്നും ഇടുന്നില്ല, ജസ്റ്റ് ഈ പൊടിയിൽ മാത്രമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബട്ടറിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്, വേറൊരു ഓയിൽ ഉപയോഗിക്കേണ്ട. കാരണം ബട്ടർ ആകുമ്പോൾ ചിക്കൻ വേഗം സോഫ്റ്റും ജ്യൂസിയാവും. കൂടുതൽ ഫ്രൈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ നീര് പോകുന്നവരെ, ജസ്റ്റ് വെള്ളം പറ്റുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി മീഡിയം ഹീറ്റിൽ. അത് പെട്ടെന്ന് തന്നെ ആവും. അത് സൈഡാക്കി വെക്കാം. നമ്മൾ ചട്നീൻ്റെ റെസിപ്പി ഇപ്പോൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ, മല്ലിച്ചപ്പ് ഒരു പിടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ പുതിന ചെറിയൊരു കൈപ്പിടി മാത്രം. ഇങ്ങനെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 2-3 തണ്ട്. പിന്നെ തേങ്ങ 1 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം അരക്കാന്ന് വെച്ചാൽ കുറച്ച് സമയം തന്നെ അരക്കണം. നല്ല പേസ്റ്റ് ആയിരിക്കണം. തേങ്ങൻ്റെ ഒരു ഇതൊന്നും പൊടിയൊന്നും കാണാൻ പാടില്ല. അത്രയും മിൻസായിട്ട് തന്നെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇതിൽ എന്ന് വെച്ചാൽ ഇത് കറക്റ്റ് അളവ്, ഇതിലൊന്നും കൂടാൻ പാടില്ല. അന്നേരം കുറച്ചൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പം മെയിൻ ടേസ്റ്റ് വരുന്നത് പുതിനയും മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ മല്ലിച്ചപ്പ് കുറച്ച് കൂടുതലും പുതിന കുറച്ച് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അരക്കുന്നതിന് മുമ്പായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഉപ്പും ചെറുനാരങ്ങൻ്റെ നീരും, ഞാനിവിടെ ഒരു 1/2 ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത്, ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നതാണ്. ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ, ഒരു അടുപ്പിൽ ഒരു പാത്രം എടുക്കുക, കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ നല്ല മിക്സായിരിക്കണം, നല്ല പേസ്റ്റ് രൂപത്തിലായിരിക്കണം ഇത് ഗ്രൈൻഡാക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അത് ചട്നി നല്ലോണം തണുക്കണം. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന മാവാണ്. അതിന് ഞാൻ 2 കപ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഉപ്പും എല്ലാം ഇട്ട് ഓയിൽ നല്ലോണം തന്നെ ഒഴിക്കണം. കാരണം ഇത് നോർമൽ ചപ്പാത്തിയല്ല, പറാത്ത ചപ്പാത്തിയാണ്. പറാത്താസ് എന്ന് പറയുമ്പം കുറച്ച് നെയ്യ് കൂടിയിട്ടില്ല ചപ്പാത്തി. അപ്പോൾ ഇത് കുഴച്ച് വെച്ചിട്ട് അത് കുറച്ച് അരമണിക്കൂർ അവിടെ വെക്കുക. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിട്ടില്ല, ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കിയതാണ്. പിന്നെ ചപ്പാത്തിക്ക് നമ്മൾ റോൾ ചെയ്തിട്ട് സാധാരണ നമ്മൾ വീട്ടിൽ നിന്നെല്ലാം ആക്കുന്നത് അതെല്ലാവർക്കും അറിയാം. അത് ഇങ്ങനെ ചപ്പാത്തി ഇതേ സാധാരണ ചപ്പാത്തി ആക്കുന്ന പോലെ ആക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സോഫ്റ്റ് ആയിരിക്കണം. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കേ വേണ്ടൂ. ചെറിയ തീയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നല്ലോണം ഗീ ഉപയോഗിക്കുക. ഗീ മേലെ ഇങ്ങനെ തടവിയിട്ട് നല്ലോണം ഗീ ആയിരിക്കണം, അല്ല ഇത് സോഫ്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ചപ്പാത്തി ഇപ്പോൾ ഞാൻ 2 ഫ്രൈങ് പാൻ വെച്ചിട്ടാണ് കുറച്ച് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം ഗീ ഇട്ടിട്ട് വേണം ചപ്പാത്തി ചുട്ടെടുക്കാൻ. കരിയിക്കാൻ പാടില്ല, റോസ്റ്റ് ആക്കാൻ പാടില്ല. ഇത് സോഫ്റ്റ് ചപ്പാത്തിയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചട്നി ഇപ്പോൾ നല്ല തണുത്തിട്ടുണ്ട്. തണുത്ത ചട്നി തന്നെ ഇതിൽ ഉപയോഗിക്കണം. അപ്പോൾ ചട്നി നല്ലോണം സ്പ്രെഡാക്കി കൊടുക്കുക. കുറച്ച് ജസ്റ്റ് ഒന്ന് മീഡിയം ഇതിൽ ഈ കാണുന്ന പോലെ സ്പ്രെഡാക്കുക. കൂടുതൽ സ്പ്രെഡാക്കിയാൽ ചപ്പാത്തി ഒരു സോഗി ആയിപ്പോൾ, കുടിച്ചിട്ട് ഒരു വെള്ളം കുടിച്ച ചപ്പാത്തി പോലെ ഉണ്ടാവും. അതുകൊണ്ട് ചട്നി ഈ കാണുന്ന പോലെ മാത്രം സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ഇതെല്ലാം കൂടിയിട്ട് ഇത്രയേ ഉള്ളൂ. ഇത് കൂടിയിട്ട് നമ്മളെ പറാത്താസ് റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റിലെ ചപ്പാത്തി റോളാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ലോണം ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്പൈസിയും പിന്നെ പഞ്ചസാര ചട്നിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഷുഗർ ടേസ്റ്റും ഉണ്ടാവും. വേറെ ഒരു സോസോ കാര്യങ്ങളോ ഒന്നുമില്ല, നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. നിങ്ങൾക്കിത് രാവിലെ തന്നെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി. എന്നാൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ തണുപ്പ് ഉണ്ടെങ്കിൽ തണുപ്പിലെ ഇതിലും കഴിക്കുക. അങ്ങനത്തെ ഒരു ചപ്പാത്തി റോളാണിത്. ഇത് പൊതുവേ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പം എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്